ഇടുക്കി നാരകക്കാനത്ത് ജീപ്പ് മറിഞ്ഞ അപകടത്തിൽപ്പെട്ട 4 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷിച്ചു വരികയാണ്. അപകടത്തിൽ മരിച്ച 6 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ള 2 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇടുക്കിയിൽ ചികിത്സയിൽ കഴിയുന്ന മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് നാരകക്കാനത്തിന് സമീപമുള്ള കുരിശുമല സന്ദർശിച്ചു മടങ്ങിയ കൂത്താട്ടുകുളം സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പ് 200 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. രാഹുൽ സുരേഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. രാഹുൽ, 4 പേരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? മറ്റു വിശദാംശങ്ങൾ. ശ്രുതി, നാരകക്കാന അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ 10 പേരാണ് ചികിത്സയിൽ തുടരുന്നത്. അതിൽ 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഈ 4 പേരും പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബാക്കിയുള്ള 6 പേരാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നത്. 6 പേരുടെ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് പറയുന്നത്. ഈ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള 4 പേരും നിലവിൽ ICUവിലാണുള്ളത്. വരും നിമിഷങ്ങളിൽ ആരോഗ്യനില കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം മരിച്ച 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെയാണ് നടക്കാൻ പോകുന്നത്. 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെയും 66 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെയും 2 പേരുടെയും പോസ്റ്റ്മോർട്ടം രാവിലെ 10 മണിക്ക് ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കും എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു നാരകക്കാനത്തിന് സമീപമുള്ള കുരിശുമല സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന കൂത്താട്ടുകുളം സ്വദേശികളുടെ സഞ്ചരിച്ചിരുന്ന ജീപ്പ് അപകടത്തിൽപ്പെടുന്നത്. ഇറക്കമിറങ്ങി വരികയായിരുന്നു. അതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഏതാണ്ട് 200 അടി താഴ്ചയിലേക്ക് ജീപ്പ് തലകീഴായി മറിയുകയായിരുന്നു. 2 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. അതിവേഗം രക്ഷാപ്രവർത്തനത്തിൽ 10 പേരെ ആദ്യം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പാലായിലേക്ക് മാറ്റുകയും ചെയ്തത്. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.